Hi, beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എൻ്റെ ലൈഫിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷനിൽ കൂടെ പോകുമായിരുന്നു. പ്ലസ് കുറച്ച് അൺവെല്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാതിരുന്നത്. ഐ എം റിയലി സോറി. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചോദിക്കുന്നുണ്ടായിരുന്നു. ഐ എം ഫൈൻ. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് സി എന്തൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് എനർജി, എന്തൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. What you need to hear right now, what's your current situation and obstacles and challenges and അതോറിറ്റി. ഈ സമയം എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ എന്താണോ നിങ്ങൾക്കൊരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവുന്നത്, ഒരു ചാലഞ്ച് ആയിട്ട് തോന്നുന്നത്, ഓർ നിങ്ങൾ എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം, അതാണ് നിങ്ങളുടെ വലിയൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക, ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക, റൈറ്റ്? സോ എന്തോ ഒരു വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ ചേഞ്ച് ആയിരിക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി വരാനുള്ള പല പല ഇമോഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് നിങ്ങൾ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ടായിരിക്കണം. പല പല ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, എന്ത് സിറ്റുവേഷൻ ആണോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു മാറ്റം, അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് നമ്മളുടെ മേലൊരു കൺട്രോൾ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലേക്ക് എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ഫേസിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റമാണ് നിങ്ങളിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ മുന്നിൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ധൈര്യത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില കാര്യത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു പേടിയോ അങ്ങനത്തെ ഒരു ആങ്സൈറ്റിയോ ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ ബോൾഡായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നേരിടുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, ചില ആളുകൾക്ക് നിങ്ങൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ചേഞ്ചിലേക്ക് നിങ്ങൾ വരികയാണ്. എന്തൊരു കാര്യം ഒരുപാട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് കോൺഫിഡൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ സിറ്റുവേഷനിൽ പോയിക്കോട്ടെ, എന്തൊക്കെ ഇമോഷൻസിലൂടെ നിങ്ങൾ പോയിക്കോട്ടെ, പുറമെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു ഫേസോ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ആളുകൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനും നിങ്ങളെ കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അല്ലെങ്കിൽ എന്ത് അവസ്ഥയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നിൽ കാണുന്നത്, അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾ ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ അടുത്തുനിന്ന്, അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് വരികയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികളുമായിട്ട് ഓർ ചില സിറ്റുവേഷൻ ആയിട്ട് ഫോർ എവർ നിങ്ങൾ ആ ഒരു കോൺട്രാക്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ചെയ്യാൻ പോവാണ്. സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു ടൈം ആയിരിക്കാം, മാറി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കാം, ഒരു സെപ്പറേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് നിങ്ങൾക്കത് പീസ്ഫുള്ളി എടുക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് പോവാണ്. അവിടെ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവാൻ പോവാണ്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവാണ്, പുതിയ ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്, പുതിയ ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനെന്ത് വേണം? ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകൾ, സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, അല്ലേ? സോ അങ്ങനത്തെ പ്ലേസിനോട്, അങ്ങനത്തെ ആളുകളോട്, അങ്ങനത്തെ സിറ്റുവേഷനോട് നിങ്ങൾ വിട വാങ്ങുന്ന ഒരു മൊമെന്റിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക. സോ ആരെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. നിങ്ങൾ അത് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വളരെ മെച്ചുവേർഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യേണ്ടത്. അതല്ല
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം അങ്ങനത്തെ ഒരു സെപ്പറേഷനിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതാണ്. അതൊരുപാട് ഇമോഷണലി എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്, പുതിയൊരു വഴിത്തിരിവിലേക്ക് വരികയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അവിടെ പുതിയ കാഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്, പുതിയ അനുഭവങ്ങളിലേക്കൊക്കെ നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ആരോടൊക്കെയോ നിങ്ങൾ വിട വാങ്ങുന്നുണ്ട്, ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ട്, ഏതൊക്കെയോ പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി പോവാണ്, സ്ഥലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്? എത്ര ആളുകൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പുതിയ സബ്ജക്ട് പഠിക്കുന്നുണ്ട്, അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ലൈഫിലായിരിക്കും ചില ആളുകൾക്ക് ജീവിതത്തിൽ നിങ്ങൾ പുതിയ കാര്യത്തെ പറ്റി പഠിച്ചു തുടങ്ങുകയാണ്. സോ നിങ്ങൾക്കിത് തോന്നാം, ഇത് പുതിയ അനുഭവമാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പുതിയൊരു വളരെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലോ എന്നുള്ളത്. റൈറ്റ്? ചില ആളുകൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ട്, ബോൾഡ് ആയിട്ട്, വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ചില സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ഇനി നിങ്ങൾ പോവാൻ പോകുന്ന ലൈഫ് സിറ്റുവേഷനിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാരന്റ്സിൽ നിന്നുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമായിട്ട്, അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഒരു വീടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ, അനുഭവങ്ങൾ, ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. റൈറ്റ്? ആൻഡ് ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ ഇനി മുന്നോട്ട് ലൈഫ് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തുന്നതും ഈ ഒരു അനുഭവം തന്നെയാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക്, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചോ, അത് ഗുഡ് ഓർ ബാഡ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് വേണം. ഓക്കെ, അതിനൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് നിങ്ങളുടെ പ്ലേസ് ആയിരുന്നില്ല. ചില കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾ കണ്ടുമുട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ആളുകളോ സിറ്റുവേഷനോ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ എന്തേലേക്കാണോ എത്തേണ്ടത്, എവിടേക്കാണോ എത്തേണ്ടത്, അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ ചെന്നെത്താൻ. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. വളരെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് ലൈഫിനോട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങളും, മുടങ്ങി കിടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ? സോ അതാണ് നിങ്ങൾക്ക് ഒരു പുതിയ പാത്തായിട്ട് തോന്നുന്നത്, ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ട്രാഫിക് നിറഞ്ഞിട്ടുള്ള ഒരു റോഡിൽ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അതില്ല. ഇനി നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾ യാത്ര എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തടസ്സമായി പോയിട്ടുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ ഇനി വരുന്ന നമ്മളൊരു ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഇനി വരുന്ന ഒരു 2 years ടൈം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവ്, അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. വരുന്ന ഒരു 2 years ടൈം, ഈ ഒരു സമയം മുതൽ, എസ്പെഷ്യലി മെയ് മാസം മുതൽ വരുന്ന 2 years ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങൾ പഠനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഓർ എക്സാംസോ ഓർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സക്സസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓർ എന്താണ് നിങ്ങൾ ഫെയിൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഓക്കെ, മെയിൻലി ലൈക്ക് എന്തെങ്കിലുമൊക്കെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ബിക്കോസ് നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നത് അത്ര കാലമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര കാലമായിട്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ പോവാണ്. സോ എന്തിലേക്കാണോ നിങ്ങൾ ഇറങ്ങി തിരിച്ചു വരുന്നത്, എന്തിലേക്കാണോ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നത്, അവിടെ ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കാൻ വേണ്ടി കാലം വെയിറ്റ് ചെയ്തിട്ടുള്ളത് പോലെ. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ അങ്ങനത്തെ ഒരു മൂമെന്റ്സിലേക്ക് വരികയാണ്. ഫൈനലി നിങ്ങൾ അതുപോലത്തെ ഒരു ആക്ഷൻസ് നിങ്ങൾ എടുക്കുകയാണ്. സി ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു പുതിയൊരു സ്റ്റാർട്ട്, പുതിയ ലൈഫ്, പുതിയ പേഴ്സണാലിറ്റി, പുതിയ കാഴ്ചപ്പാട്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷൻ, നിങ്ങൾ ഗ്രോ ചെയ്യുന്ന വേർഷനാണ്. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു വേർഷനാണ്. അവിടെ നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ, അവിടെ നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ക്വാളിറ്റീസ് ഒക്കെ ആളുകൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. നിങ്ങളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് വരികയാണ്. അത് ലൈക്ക് ഈ ഒരു മാസം മുതൽ വരുന്ന ഒരു 2 years ടൈം നിങ്ങൾ അങ്ങനത്തെ ഒരു ഫേസിലൂടെയാണ് പോകുന്നത്.
ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ പല എക്സാക്ട്ലി ഗൈസ്, നിങ്ങളുടെ ലൈഫിന്റെ പല മാറ്റത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ ആ ഒരു ജേർണി നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, ഐ ഡോണ്ട് നോ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നത് എന്നുള്ളത്, എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വളരെ ഹെവി ആയിട്ട് വരുന്ന ഒരു വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് വളരെ കാമായിട്ട് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ ഇമോഷണലി കാര്യങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾ, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പേഷ്യൻസ് ആയിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, റൈറ്റ്? നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഇത്ര ക്ഷമ ഉണ്ടായിരുന്നോ, ഇത്ര ക്ഷമയുള്ള ആളുകളാണോ നിങ്ങൾ എന്നുള്ളത്, റൈറ്റ്? നിങ്ങളുടെ സൈലൻസിന്റെ ഒരു പവർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കാൻ പോവാണ്. എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് ഗൈസ്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിൻ ചെയ്യും ഫോർ ഷുവർ. ഈ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യും. ഈ സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്കാണ്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലേക്കാണ്. അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വേർഷനാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്, മേ ബി ഈ ഒരു റീഡിങ് ചില ആളുകൾക്ക് കുറച്ചെങ്കിലും ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.